ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജപമാല മാസം 1-ാം തീയതി ചൊവ്വാഴ്ച. പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടവക ദേവാലയങ്ങളും കുടുംബങ്ങളും ഒരിക്കൽ കൂടി ഈ മാസം മുഴുവൻ സജീവമാവുകയാണ്. ജപമാലയുടെ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ക്രിസ്തീയ കുടുംബങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും, എന്തിനേറെ നമ്മുടെ തെരുവീഥികൾ പോലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഛായാചിത്രങ്ങളും രൂപങ്ങളും ജപമാലയേന്തിയും കത്തിച്ച തിരികളുമായും ആഘോഷമായ ജപമാല പ്രാർത്ഥനകൾ ഈ മാസം മുഴുവൻ നമ്മൾ ആചരിക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ, മറിയം ഒരു ഗോവണിയാണ്. ഈ ഗോവണി വഴിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ഈ ഗോവണി വഴി, മറിയത്തിലൂടെ, ക്രിസ്തു വഴി നമുക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഈ പ്രത്യാശയോടെയും ബോധ്യത്തോടെയും ജപമാല പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമാകാൻ പരിശ്രമിക്കാം. ഒക്ടോബർ മാസം, ഈ ജപമാല മാസം ജീവന്റെ മാസം കൂടി ആയി ആചരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ജീവന്റെ സവിശേഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവനെ ഹനിക്കുന്നതെല്ലാം വെറുത്തുകൊണ്ടും ത്യജിച്ചുകൊണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കാതെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യം പ്രത്യേകമായി തേടി ജീവന്റെ നിലനിൽപ്പിനായി യത്നിക്കുവാൻ സഭ നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ലൈഫ് ഈസ് സോ പ്രഷ്യസ് ഫ്രം ഇറ്റ്സ് ഫസ്റ്റ് മോമെന്റ് ഓഫ് കൺസെപ്ഷൻ. ജീവൻ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പരിശുദ്ധവും ശ്രേഷ്ഠവുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഈ ജീവന്റെ നിലനിൽപ്പിനും ജീവനെ ഹനിക്കുന്നതിനെ വെറുത്തുപേക്ഷിച്ചുകൊണ്ടും ജീവനെ പ്രോത്സാഹിപ്പിച്ചുമുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അബോർഷൻ, ഇന്ന് ലോകം മുഴുവൻ നടക്കുന്ന ഭ്രൂണഹത്യകളിലൂടെ അനേകായിരം ഗർഭസ്ഥ ശിശുക്കൾ ഇന്നും കൊല്ലപ്പെടുന്നുണ്ട് എന്നത് ഓർക്കണം. ഈ നരഹത്യക്കെതിരായി നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ സജീവമാകട്ടെ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിടഞ്ഞു മരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ ഓർത്ത്, അതിന് തീരുമാനമെടുക്കുന്ന മനുഷ്യരെ ഓർത്ത് അവർക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈ 1-ാം തീയതി ആധുനിക ലോകത്തിൽ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിനം കൂടിയാണ്. ഈശോയോട് ശിശുസഹജമായ ഒരു വാത്സല്യ സ്നേഹപ്രകടനം നടത്തി അത്തരത്തിലുള്ള ഒരു തനതായ ആധ്യാത്മിക ശൈലി രൂപപ്പെടുത്തിയ കൊച്ചുത്രേസ്യയുടെ ജീവിത മാതൃകകൾ നമുക്ക് പ്രചോദനം നൽകട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. കൊച്ചുത്രേസ്യയായ ഈ വചനം എത്രയോ ആകർഷിച്ചിരിക്കാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈശോയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ആധ്യാത്മിക മനോഭാവം കൊച്ചുത്രേസ്യയ്ക്കുണ്ടായിരുന്നത്. നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതത്തിലും പ്രാർത്ഥനകളിലും ഈ ശിശുസഹജമായ എളിമയും സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുവാനും ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ശിശുസഹജമായ ഹൃദയത്തോടെ ജീവിക്കുന്നവരാകാനും നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ മാതൃകകൾ നമുക്ക് പ്രചോദനമാകട്ടെ. നന്മകൾ നേരുന്നു.
ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവർക്കിന്നും സ്വസ്തി ആദരങ്ങളാൽ ലഭിക്കുന്നു. നന്മ നിറഞ്ഞവർക്കിന്നും സ്വസ്തി ആദരങ്ങളാൽ ലഭിക്കുന്നു. അമ്മേ എന്റെ ആശ്രയമേ, എന്റെ അമ്മേ ആശ്രയമേ, അമ്മേ എന്റെ ആശ്രയമേ, എന്റെ അമ്മേ ആശ്രയമേ.